പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സമീപസ്ഥരും വിദൂരസ്ഥരും ശ്രദ്ധിക്കേണ്ട കാര്യം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. നിൻ്റെ കഷ്ടതയുടെ കാലത്ത് കർത്താവ് നിന്നെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. കഷ്ടത അനുഭവിക്കുന്ന അനേകം മക്കൾ അനേക കോടികളുണ്ട്. പക്ഷെ നിന്നെ എന്തുകൊണ്ട് വിളിച്ചു എന്നുള്ളതിന് വചനം തരുന്ന ഒരു നീതീകരണം മാത്രമേ ഉള്ളൂ. എന്താണ്? അവൻ തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. ഹല്ലേലൂയ. ഇപ്പം കഷ്ടതയുടെ കാലം അനുഭവം അനേകം മക്കൾക്കുണ്ട്. പക്ഷെ നമ്മളിലുള്ള എന്തോ ഒരു എലമെൻ്റ് ദൈവത്തെ സദാ നമ്മളിലേക്ക് ആകർഷിക്കുന്നതാണ്. എന്ത് എലമെൻ്റായിരിക്കും നമ്മളിലുള്ളത്? ദൈവം ഇങ്ങനെ ഈ കഷ്ടതയുടെ സമയത്ത് പ്രത്യേകിച്ച് നമ്മളെ ഇങ്ങോട്ട് വലിച്ച് ആകർഷിക്കാൻ വേണ്ടി അത് ഈശോ പറയുന്നുണ്ട് 6:44 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. എന്താ? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ. അപ്പം പിതാവ് ആകർഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പിതാവിന് ഇഷ്ടം തോന്നണം. അതുകൊണ്ടാണ് മർക്കോസ് 3:17 പറയണത്, തനിക്കിഷ്ടപ്പെട്ടവരെ അടുത്തേക്ക് വിളിച്ചെന്ന്. ദൈവത്തിന് അങ്ങനെ ഒരു ടോപ്പോഗ്രഫി ഉണ്ട്. വിളിക്കുന്നവരെ എങ്ങനെ വിളിക്കണത്? അടുത്തേക്ക് വിളിച്ചു. എപ്പോഴും നമ്മളൊരു ധാരണ ഉണ്ടാകണം. എന്താ? ദൈവത്തിൻ്റെ അടുത്താണോ, നമ്മൾ അകലെയാണോ എന്ന്. അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണെന്ന് കർത്താവ് ഇടയ്ക്ക് പറയും. ബോഡി ചിലപ്പോൾ അടുത്തായിരിക്കും, പക്ഷേ ഹൃദയം ചിലപ്പോൾ അകലെയാവും. മത്തായി നമ്മൾ 6:27 വായിക്കുമ്പോൾ അവിടെ ഹൃദയം എന്നിൽ നിന്ന് ഈ ജനം അക്ഷരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു. അപ്പം മുഖം അടുത്താണിരിക്കണത്, അധരം അടുത്താണിരിക്കണത്, പക്ഷേ എന്ത് പറ്റി? ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. അപ്പോൾ നമ്മുടെ അനുഗ്രഹം നിശ്ചയിക്കണത് ദൈവത്തിൽ നിന്നുള്ള അടുപ്പമോ അകലുമോ ആണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹം നിശ്ചയിക്കുന്നത് എന്താണ്? നമ്മൾ ദൈവത്തിൽ നിന്നുള്ള എന്തുമാത്രം അടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അകന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം എന്താ ചെയ്യേണ്ടത്? മാക്സിമം നമ്മൾ ദൈവത്തിലേക്ക് അടുത്ത് വരണം. ദൈവത്തിലേക്ക് അടുത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? 15-19 വർക്കൗട്ട് ചെയ്യണം. മത്തായിയുടെ സുവിശേഷം എന്താ? മത്തായിയുടെ സുവിശേഷം 15-19 പറയണത്, ദുശ്ചിന്തകൾ, കൊലപാതകം, വ്യഭിചാരം, ദൂഷണം, പരദൂഷണം, ഇതെല്ലാം കാരണം അവിടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ബൈബിൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. എന്താണ്? അടുത്ത് അല്ലെങ്കിൽ അകലെ. ഇടയ്ക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. അതാണ് എൻ്റെ അപകടം. ഇന്ന് അടുത്ത്, നാളെ അകലെ, അല്ലെങ്കിൽ ഇടക്കാണെന്ന് പറയത്തില്ലേ? അകലെ, അത്ര അകലെയുമല്ല അത്ര അടുപ്പമല്ല, ഇടക്കാണെന്ന്. അങ്ങനെ ഇടക്കാണെന്നും പറഞ്ഞൊരു ടെർമിനോളജി ബൈബിള് കീപ്പ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ അപകടം. മിഡിലാണ്, മധ്യത്തിലാണ്, എക്സ്ട്രീമിലല്ല, ഏറ്റവും അടുത്തുമല്ല, പക്ഷേ ഇടക്കാണ്. പക്ഷേ ഇടക്കാണെന്നും പറഞ്ഞൊരു സംഭവമില്ല. ഒന്നുകിൽ ജയിച്ച് അല്ലെങ്കിൽ തോറ്റെന്നേ പറയത്തുള്ളൂ. ഒന്നെങ്കിൽ ജയിച്ച് അല്ലെങ്കിൽ തോറ്റു. ബൈബിൾ പറയുമ്പോൾ അടുത്താണ്. അടുത്തല്ലെങ്കിൽ പിന്നെ എന്താ? ഇടക്കല്ല, അകലെയാണെന്ന് പറയും. പക്ഷേ അത് അകലെയായി കഴിഞ്ഞാൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. എന്താ അകലെയായി കഴിഞ്ഞാൽ പ്രശ്നം? അകലം ഇങ്ങനെ കാലം ചെല്ലുന്തോറും അകന്ന് പോണത് ബൈബിൾ പറയും.
അകന്നു പോയാൽ നമ്മൾ എത്രയും വേഗം ശ്രദ്ധിച്ചില്ലെങ്കിൽ കാലാന്തരത്തിൽ കാലം ചെല്ലുന്തോറും അപ്പോൾ ചില ഈ കൊച്ചി തുറമുഖം തന്നെ നോക്കിക്കേ, അത് ആദ്യകാലങ്ങളിൽ 1341 ഇതുപോലെ പ്രളയം ഉണ്ടായപ്പോൾ ചെറിയ ഒരു കൈത്തോടായിരുന്നു, ആകപ്പാടെ ഒരടിയുള്ള കൈത്തോടാണ്, അത്രേ ഉള്ളൂ. ഒരടി ഉണ്ടായിരുന്ന മാത്രം വീതി ഉണ്ടായിരുന്ന കൈത്തോടാണ്. വെള്ളം പെട്ടെന്ന് ഇതുപോലെ അതിവൃഷ്ടി ഉണ്ടായി, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദശലക്ഷക്കണക്കിന് വെള്ളം പെരിയാറ്റിൽ നിന്ന് ചുരിഞ്ഞു കുത്തിയപ്പോൾ കൊടുങ്ങല്ലൂർ പുഴയിലൂടെ പോയിരിക്കുന്ന വെള്ളമെല്ലാം അവിടെ കൊണ്ടുപോയി എക്കലും മണ്ണും അടിഞ്ഞ് പുഴ അടഞ്ഞു പോയി, അതിൻ്റെ ഖനം കുറഞ്ഞു പോയി. അപ്പോഴെന്ത് പറ്റി? കൊച്ചി കൂടി വേറെ ഒരു പുഴ ഉണ്ടായി. അത് കാലാന്തരത്തിൽ വലുതായി 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 കപ്പൽ കയറി പോകുന്ന അവസ്ഥയായി. ഇപ്പം 40 അടിയൊക്കെയാണ് അതിൻ്റെ താഴെ, അത് പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കുക. അക്കരയും ഇക്കരയും ആയിപ്പോയി. ഇപ്പോൾ പാലം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലായി. തുറമുഖമായി കഴിഞ്ഞാൽ പിന്നെ പാലം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നേരെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പങ്കരയ്ക്ക് ചിക്കൻ നമുക്ക് എത്താൻ പറ്റുമായിരുന്നു. ഇപ്പോഴും ചങ്ങാട വിട്ടിരിക്കുകയല്ലേ. ദൈവത്തിൽ നിന്ന് ഇതുപോലെ ചെറിയ ഒരു അകൽച്ചയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇത് പിന്നെ പെരിയാറിൻ്റെ അഴിമുഖം പോലെ ആയി പോകരുത്. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതിക്കട്ടെ.